നമ്മുടെ തീമാണ് ജലസംരക്ഷണം എന്നുള്ളതാണ്. അങ്ങോട്ട് നോക്കൂ, ജലത്തിൻ്റെ ഒരു ഉറവിടമാണ് ഈ കാണുന്ന പുഴ. കുന്തിരിക്കൽ തോടെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ തോട് നമ്മുടെ വട്ടടി മുതൽ എടത്തുവ വരെ പോകുന്ന ഒരു തോടാണ്. വർഷങ്ങൾക്ക് മുമ്പേ ധാരാളം വഞ്ചികളും ഒക്കെ ആലപ്പുഴയ്ക്ക് പൊക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ജലമാർഗമായിരുന്നു. ഈ പ്രദേശത്തെ ആൾക്കാരെല്ലാം വെള്ളം ഉപയോഗിച്ചിരുന്നത് ഇവിടുന്നാണ്. ഇവിടുത്തെ ജലം, ഈ സ്രോതസ് ഇവിടുത്തെ കിണറുകളിലേക്ക് പോവുകയും ഉറവയായി പോവുകയും അവർക്ക് ആവശ്യമുള്ള വെള്ളം ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശുദ്ധമായ ഒരു നല്ല നീരൊഴുക്കുള്ള തെളിഞ്ഞ വെള്ളം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക, കറുത്ത വെള്ളമാണ്. ഇത് കറുത്ത വെള്ളമാണ്. ഈ പാടത്തിൽ നിന്നുള്ള വെള്ളം കച്ചുവെള്ളം ഒഴുകി വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നേരത്തെ അങ്ങനല്ല, നല്ല ഒഴുക്കും ആഴം ഒക്കെ ഉള്ളതുകൊണ്ട് കച്ചുവെള്ളമൊന്നും നിൽക്കത്തില്ലായിരുന്നു. ശുദ്ധമായ തെളിഞ്ഞ വെള്ളം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ മനുഷ്യർ എന്ത് ചെയ്തു? ജലമാർഗങ്ങളെയും ഈ ജല സംവിധാനങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുകയാണ്. അവർ മെല്ലെ വീതിയൊക്കെ കുറച്ച് കയറി വീതിയെ കുറച്ചു. ഇതിൻ്റെ ആഴം കുറഞ്ഞു. ബോട്ടുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട്, യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മണ്ണിടിഞ്ഞ് ആഴമൊക്കെ കുറഞ്ഞ് ഇപ്പോൾ മരണത്തിൻ്റെ വക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ തോട്. മനസ്സിലായോ? കാലക്രമേണ ഈ തോട് ഇല്ലാതാവുകയും നമ്മുടെ കിണറിലേക്കുള്ള ഉറവകൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പുഴകളെ സംരക്ഷിക്കുക, നമ്മുടെ ജല ഉറവിടങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു വലിയ സന്ദേശമാണ് നമ്മൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്. പുഴകളെ സംരക്ഷിക്കുക, ഉറവകളെ സംരക്ഷിക്കുക. അങ്ങനെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ നടപടിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ടത് ജലം അമൂല്യമാണ്. അത് പാഴാക്കരുത്. പാഴാക്കിയാൽ ജലം കിട്ടാതെ നമ്മൾ തൊണ്ട പൊട്ടി മരിക്കുന്ന ഒരു സാഹചര്യം. ഓക്കെ.